ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 11ാം ക്ലാസ്സിലെ പാഠം 3 ക്രിസ്തീയ വിശ്വാസം ഉള്ളടക്കവും സവിശേഷതകളും. അതിൽ ചാപ്റ്റർ ക്രിസ്തീയ വിശ്വാസം, അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ വിശ്വാസ പ്രമാണത്തെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ പറയണത്. അതിൽ ഒന്നാമത്തെ ഒരു വിശ്വാസം എന്നാൽ എന്ത്, നമുക്ക് പ്രത്യാശിക്കുന്ന ലഭിക്കും കാണപ്പെടാത്തതുണ്ടെന്ന ബോധ്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യാണ് വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം. വിശ്വാസം ഒരു ദൈവിക ദാനമാണ്. എന്തുകൊണ്ടാണ് ദൈവിക ദാനം എന്ന് പറയുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ എന്താണ് പ്രഖ്യാപിച്ചത്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് ഈശോ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പ്രഖ്യാപിച്ചു. മാംസരക്തങ്ങളല്ല. ആ പോയിൻറ്റ്സ് കുറച്ച് പഠിക്കുക. വിശ്വാസം ദൈവിക ദാനമാണ്. എസ്എ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ പോയിന്റ്, വിശ്വാസം രഹസ്യമാണ്. വിശ്വാസം മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. വിശ്വാസം യുക്തിയും പരസ്പര പൂരകങ്ങളാണ്. വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ട ദാനമാണ്. വിശ്വാസം നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ഈ പോയിൻറ്റ്സുകളും അതിനുള്ളിലുള്ള കാര്യങ്ങളും പഠിക്കണം. കാരണം അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. കാരണം ഇവിടെ ചോദിക്കുന്നുണ്ട്, വിശ്വാസം ദൈവദാനവും മനുഷ്യൻ്റെ പ്രവൃത്തിയുമാണ്. സ്വന്തം ജീവിതത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുക. ഈ പോയിൻറ്റ്സ് പഠിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം വരാം. അതിൻ്റേതായ രീതിയിൽ എഴുതാൻ കിട്ടണം. ഓക്കെ. അടുത്തത് ക്രിസ്തീയ വിശ്വാസ സംഹിതകളുടെ ഉള്ളടക്കം. അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അത് പഠിക്കുക. വിശ്വസിക്കുന്നവ, സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, വിശ്വാസ പ്രമാണം. ആഘോഷിക്കുന്നവ എന്തൊക്കെയാണ്? ഭക്താനുഷ്ഠാനങ്ങൾ, കൂദാശ, അനുകരണങ്ങൾ. അതുമാതിരി 10 കൽപ്പനകൾ, ജീവിക്കുന്നവ, നമുക്ക് ജീവിക്കാൻ വേണ്ട 10 കൽപ്പനകൾ. പിന്നെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പിതാവ്, അങ്ങനെ കാര്യങ്ങൾ. 4 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഈ 4 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചു അത് നിങ്ങൾ എഴുതാൻ പറയും. അതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത ചോദ്യമാണ് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. നിക്ക കോൺസ്റ്റന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണം 2 രൂപങ്ങളാണ് പറയുന്നത്. എന്താണ് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം, എന്താണ് നിക്ക കോൺസ്റ്റന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം? അത് ഈ പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ പോയിൻറ്റ്സ് എഴുതാം. ഓക്കെ. സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് ആയിട്ട് പറയുന്നത്. വിശ്വാസ പ്രമാണത്തിൻ്റെ 2 പ്രഖ്യാപനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. പിന്നെ വരുന്നത് വിശ്വാസ പ്രമാണത്തിൽ എന്താണ്, അതിൻ്റെ 12 സത്യങ്ങൾ. വിശ്വാസ പ്രമാണത്തിൻ്റെ 3 ഭാഗങ്ങൾ: പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം, സഭയിലുള്ള വിശ്വാസം, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞ പോയിൻറ്റ്സ് ഈ പോയിൻറ്റുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെയാണ്, അങ്ങനെയാണ് വരാം. ഓക്കെ. താങ്ക് യു.